ഒരു ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റിന് വളഞ്ഞ വഴികളൊന്നുമില്ല കേട്ടോ. ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, അല്പം വഴനയില, അത് നന്നായിട്ട് എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതും ഇത്തിരി തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ് കേട്ടോ. നന്നായി മൂത്ത് വരുമ്പോൾ സവോള ചെറുതാക്കി അരിഞ്ഞത്. സവോള ബ്രൗൺ കളർ ആവണമെന്നുള്ളത് നിർബന്ധമാണ്. ആ ബ്രൗൺ കളർ ആകുമ്പോൾ ഒരല്പം പൊടികൾ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് നന്നായി ചേർത്ത് മൂത്ത് ഒരല്പം പേസ്റ്റ് രൂപത്തിലാക്കി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ 2 തക്കാളിയും കൂടി ചേർത്ത് അതും കൂടി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ്റെ പീസ് ഇടുന്നത് കേട്ടോ. ഇതുതന്നെയാണ് ഈ ഗ്രേവിയുടെ ഏറ്റവും വലിയ രഹസ്യം. കറിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ ഇത്തിരി കുരുമുളകും ഇത്തിരി ഗരം മസാലയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ കീറിയിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് ഇങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ സ്വാദം അറിയും. ഇതൊരു കരൾ റോസ്റ്റൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കരൾ മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉരുള കരളും കുറച്ച് ഗ്രേവിയും മാത്രം എടുത്തിട്ടാണ് കഴിക്കുന്നത്. എന്താ സ്വാദം എന്നറിയോ. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ. ശരിക്കും ഒരു ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് റെഡിയാണ് കേട്ടോ കുട്ടികളെ.